بسم الله الرحمن الرحيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين سيدنا ونبينا ومولانا محمد وعلى آله وأصحابه وأتباعه إلى يوم الدين أما بعد കിതാബ് ദിക്രിൽ മൗത്തി വമാ ബഅദഹു. നമ്മൾ ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഈ പാഠം ശ്രദ്ധിക്കാൻ. ദിക്റുൽ മൗത്തിനെ കുറിച്ചും അതിനുശേഷം വരുന്ന ഭയാനകതകൾ, അനുഗ്രഹങ്ങൾ, അതിനെക്കുറിച്ചെല്ലാം പറയുന്ന കിതാബ്. ഇത് അൽ കിതാബുൽ ആശിറു, 10ാമത്തെ കിതാബാണ്. മിൻ റുബുഉൽ മുൻജിയാത്ത്, റുബുഉൽ മുൻജിയാത്തിൽപ്പെട്ട. ഞാൻ പറഞ്ഞു, ഇമാം ഗസാലി റഹ്മഹുല്ലാ ഈ കിതാബിനെ 4 റുബുകളായി തിരിച്ചിട്ടുണ്ട്. റുബുഉൽ ആദാത്ത്, റുബുഉൽ ഇബാദാത്ത്, റുബുഉൽ മുഹ്ലിക്കാത്ത്, റുബുഉൽ മുൻജിയാത്ത്. ആ റുബുഉൽ മുൻജിയാത്തിൽ 10 കിതാബുകളുണ്ട്. അതിൽ തന്നെ ആ 10ൽപ്പെട്ട 10ാമത്തെ കിതാബാണിത്, ഈ ഭാഗം. ഇതുകൊണ്ട് ഇഖ്തിതാമു കിതാബി ഇഹ്യാ ഉലൂമിദ്ദീൻ, ഇഹ്യാ ഉലൂമിദ്ദീന്റെ അവസാനം ഇതോടുകൂടിയാണ്, അവസാനിക്കുന്നത് ഇതോടുകൂടിയാണ്. ഇഹ്യാ ഉലൂമിദ്ദീന്റെ പാഠം അൽഹംദുലില്ലാ, ആ ഗ്രന്ഥം ഇതോടുകൂടി തീരും. ഇമാം ഗസാലി റഹ്മഹുല്ലാ അദ്ദേഹത്തിന്റെ ഈ ഉന്നതമായ ഗ്രന്ഥത്തിൽ കിതാബ് എന്ന് പറഞ്ഞ് ഓരോ വിഷയം എടുത്ത് പറയും. ആ ഓരോ വിഷയത്തിനും വിവിധങ്ങളായ മുഖദ്ദിമകൾ, മുഖവുരകളാണ് അദ്ദേഹം കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ മരണവുമായി ബന്ധപ്പെട്ട മുഖവുരയാണ് അദ്ദേഹം കൊടുക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാ, സർവസ്തുതിയും അല്ലാഹുവിനാണ്. അല്ലദീ ഖസമ ബിൽ മൗതി റിഖാബൽ ജബാബിറ, അവൻ എങ്ങനത്തവനാണ്? മരണം കൊണ്ട് അവൻ തകർത്തു കളഞ്ഞു. റിഖാബൽ ജബാബിറ, ജബ്ബാറുകളുടെ പിരടികളെ, സ്വേച്ഛാധിപതികളുടെ പിരടികളെ മരണം കൊണ്ടവൻ തകർത്തു കളഞ്ഞു. വകസറ ബിഹി ളുഹൂറൽ അകാസിറ, കിസ്റാമാരുടെ മുതുകുകളെ ആ മരണം കൊണ്ടവൻ പൊട്ടിച്ചു കളഞ്ഞു. കിസ്റാമാര് അഹങ്കാരത്തിന്റെ പ്രതീകങ്ങളായിരുന്നല്ലോ കിസ്റാമാര്. വകസറ ബിഹി, ആ മരണം കൊണ്ടവൻ കൂച്ചുവിലങ്ങിട്ടു. ആമാരൽ ഖയാസിറ, കൈസറുമാരുടെ ആശകൾക്ക് അവൻ കൂച്ചുവിലങ്ങിട്ടു. ഒന്നും നടന്നില്ല, എല്ലാം തവിടു പൊടിയായി മരണം കൊണ്ട്. അല്ലദീന ലം തസൽ ഖുലൂബുഹും അൻ ദിക്രിൽ മൗത്തി നാഫിറ, ഇവരെല്ലാം ആരായിരുന്നു? ഇവരുടെ കൽബുകൾ മരണസ്മരണയും വിട്ട് നാഫിറത്തായിരുന്നു, വിട്ട് ഓടുന്നവരായിരുന്നു. മരണത്തെ പറ്റി അവർ ഓർക്കുകയില്ല, അങ്ങനത്തെവരായിരുന്നു. അവരെ ഈ രൂപത്തിൽ മരണം കൊണ്ട് അല്ലാഹു തആല തകർത്തു കളഞ്ഞു. ഹത്ത, അങ്ങനെ ജാഅഹുമുൽ വഅദുൽ ഹഖു, ഹക്കായ വാഗ്ദാനം അവർക്ക് വന്നു. അങ്ങനെ ഫഅർദാഹും, ആ മരണം അവരെ തള്ളിയിട്ടു. ഫിൽ ഹാഫിറത്തി, കുഴിയിൽ തള്ളിയിട്ടു. അങ്ങനെ ഫനുഖിലു, അവരെ നീക്കപ്പെട്ടു. മിനൽ ഖുസൂരി ഇലൽ ഖുബൂർ, ഖസറുകളിൽ നിന്നും ഖബറുകളിലേക്ക്, മണിമാളികകളിൽ നിന്നും ഖബറുകളിലേക്ക് അവർ തള്ളിയിടപ്പെട്ടു. വമിൻ ദിയാഇൽ മുഹൂദി ഇലാ ദുൽമത്തിൽ ലുഹൂദ്, മഹദികളുടെ ദിയായിൽ നിന്നും, വിരിപ്പുകളുടെ, കിടക്കകളുടെ ദിയാ, ശോഭയിൽ നിന്നും ലഹദുകളുടെ, കുഴികളുടെ ഇരുളുകളിലേക്ക് അവരെ തള്ളിയിടപ്പെട്ടു. വമിൻ മുലാഅബത്തിൽ ജവാരി വൽ ഗിൽമാൻ, സുന്ദരികളായ അടിമ സ്ത്രീകൾ, അതുപോലെ തന്നെ ആൺകുട്ടികൾ, അവരുമായിട്ടുള്ള നേരം പോക്ക്, അവരുമായിട്ടുള്ള മുലാഅബത്ത്, ആ മുലാഅബത്തിൽ നിന്നും, അവരുമായിട്ടുള്ള കളി, അടിമപ്പെണ്ണുങ്ങളുമായിട്ടുള്ള കളി, അതുപോലെ തന്നെ ആൺകുട്ടികളുമായിട്ടുള്ള കളി, ആ കളിയിൽ നിന്നെല്ലാം അവരെ അത് കൊണ്ടുപോയി ഇട്ടു. ഇലാ മുഖാസാത്തിൽ ഹവാമി വദ്ദീദാനി, ഇടജന്തുക്കളുടെയും പുഴുക്കളുടെയും കാഠിന്യതകളിലേക്ക്, കഷ്ടതകളിലേക്ക് അവരെ തള്ളിയിട്ടു. വമിനത്തനഉമി ബിത്തആമി വശറാബി, തആമി ശറാബിന്റെ ആസ്വാദ്യതയിൽ നിന്നും, ഇല തമറുഗി ഫി തുറാബി, മണ്ണിൽ കിടന്ന് ഉരുളുന്നതിലേക്ക് അവരെ അത് തള്ളിയിട്ടു. വമിൻ ഉൻസിൽ ഉശ്റതി, കൂട്ടുജീവിതത്തിന്റെ ഉൻസ്, അതിന്റെ നേരം പോക്കിൽ നിന്നും, ഇലാ വഹ്ശത്തിൽ വഹദത്തി, ഒറ്റപ്പെടലിന്റെ ഏകാന്തതയിലേക്ക് അവരെ ആ മരണം തള്ളിയിട്ടു. വമിനൽ മൽജഅൽ വസീർ, മാർദ്ദവമായ കിടക്കയിൽ നിന്നും, ഇലൽ മസ്റഉൽ വബീൽ,
കഷ്ടതയാകുന്ന നാശഗർത്തത്തിലേക്ക് അവരെ അത് തള്ളിയിട്ടു. ഫന്ദുർ, നീ നോക്ക്, ഹൽ വജദു മിനൽ മൗത്തി ഹസ്നൻ വഇസ്സ, നീ ചിന്തിച്ചു നോക്ക്, ഹൽ വജദു, അവരെത്തിച്ചോ, മിനൽ മൗത്തി, മരണത്തിൽ നിന്നും, ഹസ്ന, ഒരു കോട്ടയെ അവരെത്തിച്ചോ, മരണത്തിൽ രക്ഷപ്പെടാനുള്ള ഒരു കോട്ടയെ, വഇസ്സ, മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു അന്തസ്സായ അവസ്ഥയെ അവരെത്തിച്ചോ. വത്തഖദൂ മിൻ ദൂനിഹി, മരണത്തിനെ കൂടാതെ അവര് ഹിജാബൻ, മരണത്തിന്റെ മുമ്പിൽ ഒരു മറയെ അവരെത്തിച്ചോ, അവരുണ്ടാക്കിയോ. വഹിർസ, ഒരു സുരക്ഷിത സാന്നിധ്യം അവരെത്തിച്ചോ. ഒന്നുമില്ല. അവര് മരിച്ചുപോയി. മരിച്ചവരൊക്കെ മരിച്ചുപോയി. ചെമ്മാടികൾ ഉണ്ടായിരുന്നു, കിസ്റാമാരുണ്ടായിരുന്നു, കൈസറുമാരുണ്ടായിരുന്നു. അവരെല്ലാം പോകേണ്ടിടത്തേക്ക് പോയി. അവരിവിടെ എന്തെല്ലാമോ വാദിച്ചുകൊണ്ടിരുന്നു. ഞങ്ങൾ വലിയ പുള്ളികളാണെന്ന്, ഞങ്ങളുടെ മുമ്പിൽ ഒരു ഇല പോലും അനങ്ങുകയില്ല എന്നെല്ലാം, ഞങ്ങൾ അറിയാതെ ഒരു ഇല പോലും അനങ്ങുകയില്ലെന്നെല്ലാം അവർ വാദിച്ചുകൊണ്ടിരുന്നു. അവരെല്ലാം കുഴികളിലേക്ക് തള്ളപ്പെട്ടു. വൻദുർ ഹൽ തുഹിസ്സു മിൻഹും മിൻ അഹദിൻ ഔ തസ്മഉ ലഹും റിക്സാ. സൂറത്ത് മറിയമിന്റെ അവസാനം. വകമ ഹലക്നാ മിൻ ഖബ്ലിഹിം, നാം എത്ര പേരെയാണ് നശിപ്പിച്ചു കളഞ്ഞത്, എത്ര ഗ്രൂപ്പിനെയാണ് ഇവർക്ക് മുമ്പ് നശിപ്പിച്ചു കളഞ്ഞത്. ഹൽ തുഹിസ്സു, താങ്കൾ മനസ്സിലാക്കുന്നുണ്ടോ, മിന്നും, അവരിൽ നിന്നും, മിൻ അഹദിൻ, ആർക്കെങ്കിലും ഒരു ഹിസ്സിനെ താങ്കൾ എത്തിക്കുന്നുണ്ടോ, അവരിൽപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഹിസ്സുണ്ടോ. ഹിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പഞ്ചേന്ദ്രിയ ജ്ഞാനം. അവർക്ക് എന്തെങ്കിലും ഒരു അനക്കം താങ്കൾ കാണുന്നുണ്ടോ. ഔ തസ്മഉ ലഹും ദിക്സ, അല്ലെങ്കിൽ അവർക്ക് താങ്കൾ ഒരു ഞരക്കത്തെങ്കിലും കേൾക്കുന്നുണ്ടോ. അതുമില്ല. അങ്ങനെ നശിപ്പിച്ച യജമാനനാണ് സർവസ്തുതിയും. ഫസുബ്ഹാന മൻ, ഒരു രക്ഷിതാവ് എത്രയോ പരിശുദ്ധൻ, ഇൻഫറദ, അവൻ തനിച്ചു, ബിൽ ഖഹരി വൽ ഇസ്തീല, ഖഹർ കൊണ്ടും ഇസ്തീല കൊണ്ടും, കീഴടക്കൽ കൊണ്ടും അധികാര സ്ഥാപനം കൊണ്ടും അവൻ തനിച്ചു. ബക്കാഇന്റെ ഇസ്തിഹ്ഖാഖിനെ കൊണ്ട് അവൻ അതിനെ സ്വന്തമാക്കി. ബക്കാഇന്റെ അർഹതയെ, സ്ഥിരപ്പെടാനുള്ള, ശേഷിക്കാനുള്ള അർഹതയെ അവൻ സ്വന്തമാക്കി. വേറെ ആർക്കും അവൻ നൽകിയില്ല എന്നർത്ഥം. അതല്ല, അവൻ നിന്ദിച്ചു അസ്നാഫൽ ഖൽഖി, സൃഷ്ടികളുടെ ഇനങ്ങളെ അവൻ നിന്ദിച്ചു. ബിമാ കുത്തിബ അലൈഹിം, അവരുടെ മേൽ നിശ്ചയിക്കപ്പെട്ടത് കൊണ്ട്, മിനൽ ഫനാ, നാശത്തിനാൽ, അവരുടെ മേൽ നിശ്ചയിക്കപ്പെട്ട നാശം കൊണ്ട് അള്ളാഹു തആല അവരെ നിന്ദ്യമാക്കി. ചുമ്മാ പിന്നീട് ജഅലൽ മൗത ദിക്രിയായ സുമ്മ എന്ന് പറയും. പിന്നീട് അള്ളാഹു തആല മരണത്തിനെ അവനാക്കി മഖ്ലസൻ ലിൽ അത്ഖിയ, അത്ഖിയനെ സംബന്ധിച്ചിടത്തോളം, തഖ്വയുള്ളവരെ സംബന്ധിച്ചിടത്തോളം അതൊരു രക്ഷാസങ്കേതമാക്കി അള്ളാഹു തആല. മൗഇദൻ ഫി ഹഖിം, അവരുടെ ഹക്കിൽ ഒരു വാഗ്ദാന സ്ഥലമാക്കി. ലിലിഖാഇ, യജമാനനെ കാണുന്നതിനുള്ള വാഗ്ദാന സ്ഥലമാക്കി. അൽ മൗത്തു ഖന്തറത്തുൽ മുഅ്മിൻ എന്ന് മഹാന്മാര് പറയാറുണ്ട്. മരണം മുഅ്മിനിനുള്ള പാലമാണ്. ആ പാലം കടന്നാണ് പല ലിഖാവും അവർക്ക് സ്വന്തമാകുന്നത്. വജഅലൽ ഖബ്റ, ഖബറിനെ അല്ലാഹു തആല ആക്കി സിജ്നൻ ലിൽ അഷ്ഖിയ, പരാജയപ്പെട്ടവർക്കുള്ള ജയിലാക്കി. വഹബ്സൻ ലയ്യിഖ, ഇടുങ്ങിയ തടവറയുമാക്കി. അലിഹിം, അവരുടെ മേൽ, ഇലാ യൗമിൽ ഫസ്ലി വൽ ഖളാ, ഫസ്ൽ, ഖളാഇന്റെ ദിവസം വരെ എന്ന് പറഞ്ഞാൽ അവരുടെ മേൽ അള്ളാഹുവിന്റെ തീരുമാനം വരുന്നത് വരെ അവർ ആ ഇരുട്ടറയിൽ കിടക്കണം. ഫലഹുൽ ഇൻആമു ബിൻനിഅമിൽ മുതലാഹിറ, അവനാണ് എല്ലാ അനുഗ്രഹവും, ബിൻനിഅമിൽ മുതലാഹിറ, പ്രകടമായ നിഅമത്തുകളെ കൊണ്ടുള്ള എല്ലാ നിഅമത്തും അവനുള്ളതാണ്, അവനാണ് നൽകുന്നത്. ഫലഹുൽ ഇൻതിഖാമു ബിൻനിഖമിൽ ഖാഹിറ, അടക്കി കീഴടക്കുന്ന, മനുഷ്യനെ കീഴടക്കുന്ന ശിക്ഷകൾ, ആ ശിക്ഷകൾ കൊണ്ടുള്ള പ്രതികാരം അള്ളാഹുവിന് മാത്രമുള്ളതാണ്. വേറെ ആർക്കും ആ രൂപത്തിൽ ശിക്ഷിക്കാൻ കഴിയില്ല. വലഹു ശുക്രു, അവനാണ് എല്ലാ നന്ദിയും, ഫിസ് സമാവാതി വൽ അർളി, ആകാശഭൂമികളിൽ. വലഹുൽ ഹംദു, അവനാണ് എല്ലാ സ്തുതിയും, ഫിൽ ഊലാ വൽ ആഖിറ, ആ പ്രാരംഭത്തിലും അവസാനത്തിലും, ആരംഭത്തിലും അവസാനത്തിലും, ദുന്യാവിലും ആഖിറത്തിലും എല്ലാം എല്ലാ സ്തുതിയും അള്ളാഹുവിനാണ്. വസ്സലാത്തു അലാ മുഹമ്മദിൻ, മുഹമ്മദിന്റെ മേൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ദിൽ മുഅ്ജിസാത്തിൽ ലാഹിറ, പ്രകടമായ മുഅ്ജിസത്തുടയവരായ പ്രവാചക പ്രഭുവിന്റെ മേൽ അള്ളാഹുവിന്റെ ഗുണമുണ്ടാവട്ടെ. വൽ ആയാത്തിൽ ബാഹിറ, വളരെ പ്രശോഭിതമായ ദൃഷ്ടാന്തങ്ങളുള്ള നബിയുടെ മേൽ, വഅല ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറ. ഹംദ് കഴിഞ്ഞു. ഇതുപോലെ ഓരോ ബാബിന്റെ ആരംഭത്തിൽ അദ്ദേഹം ഹംദ് പറയും, അതാത് ബാബിനോട് യോജിച്ച രൂപത്തിൽ.
അമ്മാ ബഅദ് ഫജദീറുൻ, അപ്പോൾ അർഹമാണ്, കടമയാണെന്നും പറയാം. ബിമൻ, ഒരാൾക്ക്. എങ്ങനത്തെ ആൾ? അൽ മൗത്തു മസ്റഉഹു, മരണമാണ് അവന്റെ പതനസ്ഥാനം. തുറാബു മൽജഉഹു, മണ്ണാണ് അവന്റെ കിടപ്പറ. ദൂദു അനീസുഹു, പുഴുവാണ് അവന്റെ നേരം പോക്കുകാരൻ. മുൻകറുൻ വ നക്കീറുൻ ജലീസുഹു, അവനോടൊപ്പം ഇരിക്കുന്നത് മുൻകറും നക്കീറുമാണ് അലൈഹിസ്സലാത്തു വസ്സലാം. വൽ ഖബറു മഖറുഹു, അവൻ ചെന്നെത്തുന്ന ഖറാറ്, സ്ഥിരതയുടെ സ്ഥലം, അത് ഖബറാണ്. ബത്നുൽ അർളി മുസ്തഖറുഹു, എന്നൊന്നും സ്ഥിരമായി നിൽക്കുന്നത് ഭൂമിയുടെ ഉള്ളറയാണ്. വൽ ഖിയാമത്തു മൗഇദുഹു, ഖിയാമത്ത് അവനുള്ള വാഗ്ദാന സ്ഥലമാണ്. വൽ ജന്നത്തു അവിന്നാറു മൗരിദുഹു, അവൻ എത്തിച്ചേരേണ്ടത് ഒന്നുകിൽ സ്വർഗം, അള്ളാഹു നമ്മൾ അതിൽപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ, അവിന്നാറു, അല്ലെങ്കിൽ നരകമാണ്. അങ്ങനെയുള്ള വ്യക്തിക്ക് അർഹമാണ്, അവന് ഹക്കാണ്, അല്ലാ യകൂന ലഹു, അവൻ ഉണ്ടാകാതിരിക്കൽ ഫിക്റുൻ, ഒരു ചിന്തയും, ഇല്ലാ ഫിൽ മൗത്ത്, മരണത്തിന്റെ വിഷയത്തിൽ അല്ലാതെ, വലാ ദിക്റുൻ ഇല്ലാ ലഹു, ഒരു സ്മരണയും അതിനെക്കുറിച്ച് അല്ലാതെ ഉണ്ടാകാതിരിക്കൽ അത്യാവശ്യമാണ്. വലസ്തിഅദാദ ഇല്ലാ ലി അജ്രിഹി, അതിനുവേണ്ടി അല്ലാതെ തയ്യാറാകാതിരിക്കലും ഈ വ്യക്തിക്ക് അനിവാര്യമാണ്. വലാ തദ്ബീറ ഇല്ലാ ഫിഹി, ആ വിഷയത്തിൽ അല്ലാതെ ഒരു പ്ലാൻ ചെയ്യാതിരിക്കൽ, അതും ഈ മനുഷ്യന് അർഹമാണ്, അത്യാവശ്യമാണ്. വലാ തതല്ലുഅ ഇല്ലാ ഇലൈഹി, അവൻ തിരിഞ്ഞു നോക്കൽ, അവൻ ഏന്തി നോക്കൽ, എത്തി നോക്കൽ, അതിലേക്ക് മാത്രമേ പാടുള്ളൂ. വലാ തഅരീജ ഇല്ലാ അലൈഹി, അതിൻ്റെ മേലല്ലാതെ അവന് ഒരു സ്ഥിരതയില്ല. വലഹ്തിമാമ ഇല്ലാ ബിഹി, വലഹ്തിമാമ ഇല്ലാ ബിഹി, അതുകൊണ്ടല്ല, അതിനല്ലാതെ ഒരു പ്രാധാന്യം കൽപ്പിക്കാനും പാടില്ല. വലാ ഹൗല ഇല്ലാ ഹൗലുഹു, അവൻ തെന്നിമാറൽ, ആ മരണത്തിലേക്കുള്ള തെന്നിമാറൽ അല്ലാതെ വേറൊന്നില്ല, അതിലേക്ക് മാത്രമേ പോകാൻ പാടുള്ളൂ. വലൻതിലാറ വ തറബ്ബുസ ഇല്ലാ ലഹു, പ്രതീക്ഷ, അതിനെക്കുറിച്ചല്ലാണ്ട് ഒരു പ്രതീക്ഷയും വേണ്ട, മരണത്തിനെ കാത്തി കഴിഞ്ഞുകൂടിയാ മതി. വഹക്കീക്കുൻ, അവൻ അർഹമാണ്, അവന്റെ നഫ്സിനെ അവൻ എണ്ണൽ, മിനൽ മൗത്ത, മരണപ്പെട്ടവരുടെ കൂട്ടത്തിൽ, മരിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ മരിച്ചവനാണെന്ന് കണക്കാക്കുക. വയറാഹ, നഫ്സിനെ അവൻ കാണലും, ഫി അസ്ഹാബുൽ ഖുബൂർ, അസ്ഹാബുൽ ഖുബൂറിൽപ്പെട്ടതായി കാണലും അവന് അത്യാവശ്യമാണ്. കാരണം ഫൈന്ന കുല്ലമാ ഹുവ ആത്തിൻ, വരുന്നതെല്ലാം കരീബുൻ, കരീബാണ്. വരുമെന്ന് ഉറപ്പുള്ളതെല്ലാം കരീബാണ്. അപ്പൊ മരണം വരുമെന്ന് ഉറപ്പാണ്, അപ്പൊ അത് കരീബാണ്. വൽ ബഈദു മാ ലൈസ ബി ആത്തിൻ, ബഈദ് എന്ന് പറയുന്നത് അത് വരുന്നതല്ല, വരുന്നതെല്ലാം കരീബാണ്, വന്നുകൊണ്ടേയിരിക്കും, അടുത്തടുത്ത് കാലഘട്ടം മാറുന്നതനുസരിച്ച്. വഖദ് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, അൽ കയ്യിസു മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗതി, അൽ കയ്യിസു, ബുദ്ധിമാൻ, മൻ, ഒരുവനാണ്, ദാന നഫ്സു, അവന്റെ നഫ്സിനെ അവൻ കീഴടക്കി, ഇച്ഛകളിൽ നിന്നും അവന്റെ നഫ്സിനെ അവൻ കൂച്ചുവലം കിട്ടി കീഴടക്കി. വഅമില ലിമാ ബഅദൽ മൗത്ത്, മരണാനന്തരമുള്ള ജീവിതത്തിന് വേണ്ടി അവൻ അമൽ ചെയ്യുകയും ചെയ്തു, അവനാണ് ബുദ്ധിമാൻ. ആ ബുദ്ധിമാന്മാരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സൂഫി മഹാന്മാർ ഈ ചിന്തയിലേക്ക് പോകുന്നവരായിരുന്നു, പോയവരായിരുന്നു. വലൻ യതയസ്സറ ലിസ്തിഅദാദു ലിശൈഇ, ഏതെങ്കിലും ഒരു വസ്തുവിന് വേണ്ടി തയ്യാറാകുക എന്നുള്ളത് എളുപ്പമല്ല. ഇല്ലാ ഇൻദ തജദ്ദുദി ദിക്രിഹി, അതിനെക്കുറിച്ച് ഇങ്ങനെ പുതുക്കി പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്ന അവസരത്തിലല്ലാതെ, അതിന്റെ ദിക്റിനെ പുതുക്കുന്ന അവസരത്തിലല്ലാതെ, അലൽ കൽബി, കൽബിൽ അതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുമ്പോഴാണ് തയ്യാറാകാൻ കഴിയുന്നത്. ആൾക്കൊരു വീട് വെക്കണം, ആ വീടിനെ കുറിച്ചുള്ള ഓർമ്മ ഇങ്ങനെ മനസ്സിൽ പുതുക്കിക്കൊണ്ടേ ഇരിക്കുമ്പോഴാണ് അതിനുവേണ്ടി തയ്യാറാകുന്നത്. ഒരു യാത്ര പോകണം, അതിനെക്കുറിച്ചുള്ള മനസ്സിലായ ഓർമ്മ ഉണ്ടാകും. അതുപോലെ ഇയാൾ മരണത്തിന് വേണ്ടി തയ്യാറാകണമെങ്കിൽ അതിനെക്കുറിച്ച് ഓർത്തുകൊണ്ടേയിരിക്കണം. വലാ യതജദ്ദദ ദിക്റുഹു, വലാ യതജദ്ദദു ദിക്റുഹു, ആ വസ്തുവിനെ കുറിച്ചുള്ള ദിക്ർ അത് പുതുതായി ഉണ്ടാവുകയില്ല. ഇല്ലാ ഇൻദ തദക്കുരി, ഉപദേശം സിദ്ധിക്കുന്ന അവസരത്തിലല്ലാതെ. ബിൽ ഇസ്ഗാഇ ഇലൽ മുദാക്കറാത്തി ലഹു, ആ കാര്യത്തെക്കുറിച്ച് ഓർമ്മിക്കുന്ന കാര്യങ്ങളിലേക്ക് ശ്രദ്ധിച്ച് കേൾക്കൽ കൊണ്ട്, ഉപദേശം സിദ്ധിക്കുന്ന അങ്ങനെയാ. ബിൽ ഇസ്ഗാഇ, ശ്രദ്ധിച്ച് കേൾക്കൊണ്ട്, ചെവി കൊടുക്കൽ കൊണ്ട്, ഇലൽ മുദക്കിറാത്തി ലഹു, ആ കാര്യത്തിനെ ഓർപ്പിക്കുന്ന കാര്യങ്ങളിലേക്ക്. വന്നദരി ഫിൽ മുനബ്ബിഹാത്തി, അല്ല, അതിൻ്റെ മേൽ ഉണർത്തുന്ന കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുന്ന അവസരത്തിലല്ലാതെ അവൻ അതിന്റെ ദിക്ർ തജദ്ദുദാവുകയില്ല. അപ്പൊ അതിനെപ്പറ്റി എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കണം. വനഹ്നു നദ്കുറു, നമ്മൾ പറയും,
മിൻ അംരിൽ മൗത്തി മരണത്തിന്റെ കാര്യത്തിൽ നിന്നും, മുഖദ്ദമാത്തി അതിന്റെ മുഖവുരകളിൽ നിന്നും, വലവാഹിഖി അതിന്റെ ലാഹിക്കത്ത് അതുമായി ചേർന്ന് വരുന്ന മറ്റു കാര്യങ്ങളിൽ നിന്നും, അഹ്വാലിൽ ആഖിറത്തി ആഖിറത്തിന്റെ അവസ്ഥകളിൽ നിന്നും, വൽ ഖിയാമത്തെ ഖിയാമത്തിന്റെ അവസ്ഥകൾ, വൽ ജന്നത്തി വന്നാരി ഇതിൽ നിന്നെല്ലാം നമ്മൾ പറയും ഒന്നിനെ ലാ ബുദ്ദലിൽ ആബിദി അടിമയ്ക്ക് അത്യാവശ്യമാണ് മിൻ തിദ്കാരി അതിനെ ഓർക്കൽ. എങ്ങനെയാ ഓർക്കേണ്ടത്? അല തക്രാരി ആവർത്തനത്തിന്റെ മേൽ, മുലാസമത്തിഹി അതിനെ അവൻ കൂടെ കൊണ്ടു നടക്കലും, ബിൽ ഇഫ്തിക്കാരി വൽ ഇസ്തിബ്സാരി മുലാസമത്തിനാൽ ചിന്തയെ നിർബന്ധമാക്കുക, കൂടെ കൊണ്ടു നടക്കുക, ചിന്തയെ നിർബന്ധമാക്കുക. ബിൽ ഇഫ്തിക്കാരി വൽ ഇസ്തിബ്സാരി ആ ഇഫ്തിക്കാർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചിന്തിക്കൽ കൊണ്ട് ഫിക്റിൽ നിന്നുള്ളതാണ്. വൽ ഇസ്തിബ്സാരി ഉൾക്കാഴ്ചയുടെ കണ്ണുകൊണ്ട് നോക്കൽ കൊണ്ടും. എന്തിനാ അതെല്ലാം ചെയ്യുന്നത്? ലിയക്കൂനദാലിക അതാകാൻ വേണ്ടി, മുസ്തഹിസൻ അലൽ ഇസ്തിഅദാദി തയ്യാറാകുന്നതിന്റെ മേൽ പ്രേരിപ്പിക്കുന്നതാകാൻ വേണ്ടി. ഇങ്ങനെ കൊണ്ടു നടക്കുമ്പോൾ മരണത്തിന് വേണ്ടി തയ്യാറാകാൻ അത് പ്രേരിപ്പിക്കും. ഫഖദ് ഖറുബ ലിമാ ബഅദൽ മൗത്തി റഹീൽ മരണത്തിന് ശേഷം അടുത്തിരിക്കുന്നു. റഹീൽ ദീർഘമായ ഒരു യാത്ര അടുത്തിരിക്കുന്നു. ഫമാ ബഖിയ മിനൽ ഉംരി ആയുസ്സിൽ നിന്നും ശേഷിക്കുന്നില്ല, ഇല്ലൽ ഖലീൽ അല്പമല്ലാതെ ശേഷിക്കുന്നില്ല. 50 വയസ്സ് കഴിഞ്ഞവൻ ഇനി എത്ര കാലമുണ്ട്? 60 വയസ്സ് കഴിഞ്ഞവൻ ഇനി എത്ര കാലമുണ്ട്? 60ന്റെ മുകളിലേക്ക് പോയവന്, സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ പ്രായം കഴിഞ്ഞവന് ഇനി അവൻ എത്ര ദിവസമുണ്ട്? അവനിങ്ങനെ കാത്തിരിക്കണം. വൽ ഖൽഖു അൻഹു ഗാഫിലൂൻ അശ്രദ്ധന്മാരാണ് സൃഷ്ടികൾ ആ മരണത്തിനെയും വിട്ട്. ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും വഹും ഫീ ഗഫ്ലത്തിൻ മുഅ്രിദൂൻ. ഇഖ്തറബ ലിന്നാസി ജനങ്ങൾക്ക് അടുത്തിരിക്കുന്നു അവരുടെ ഹിസാബ്. ഏതവസ്ഥയിൽ അവർ ഗഫലത്തിൽ മുഅ്രിദാണ്, അവരിങ്ങനെ അതിൽ ഇഅറാദ് ചെയ്യുന്നവരാണ്. ഗഫലത്തിൽ ഈ ഹിസാബിനെ കുറിച്ച് അവർ അതിനെയും വിട്ട് അവർ പിന്തിരിയുന്നവരാണ്, ചിന്തിക്കാതെ. അല്ലാഹു ഖുർആനിൽ പറഞ്ഞതാണ് വനഹ്നു നദ്കുറു മാ യതഅല്ലഖു ബിൽ മൗതി വനഹ്നു നദ്കുറു നാം പറയാം മാ യതഅല്ലഖു ബിൽ മൗതി മരണവുമായി ബന്ധപ്പെടുന്ന കാര്യത്തിനെ ഫീ ശത്റൈനി രണ്ട് ശത്രുലായ നിലയിൽ പറയാം. രണ്ട് ശത്രുലായ നിലയിൽ അതിനെ നാം പറയാം, രണ്ട് വിഭാഗമായിട്ട്. അതാണ് അശത്രുൽ അവ്വൽ ഒന്നാമത്തെ വിഭാഗം ഫീ മുഖദ്ദമാത്തി മരണത്തിന്റെ മുഖദ്ദിമകൾ തവാബി അതിന്റെ താബികൾ അതുമായി തുടരുന്ന കാര്യങ്ങൾ, ഇലാ നഫ്ഖത്തി സൂരി മരണാനന്തര കാര്യം, അത് സൂറിൽ ഊതുന്നവരെയുള്ള കാര്യങ്ങൾ. ഫീ അതിലുണ്ട് സമാനിയത്വ അബ്വാബിൻ അതിൽ 8 ബാബുണ്ട് ഈ മരണത്തിന്റെ മുഖദ്ദിമകൾ ഖിയാമം വരെയുള്ള കാര്യങ്ങളിൽ. അതാണ് പുറകെ വരുന്ന ബാബുകൾ. അൽ ബാബുൽ അവ്വൽ ഒന്നാമത്തെ ബാബ് ഫി ഫദ്ലി ദിക്രിൽ മൗതി വതർഗീബി ഫീഹി മരണസ്മരണയുടെ ശ്രേഷ്ഠത, അതിലേക്കുള്ള ആഗ്രഹിപ്പിക്കൽ, പ്രേരണ, അതാണ് ഒന്നാമത്തെ ബാബ്. അൽ ബാബു സ്ഥാൻ രണ്ടാമത്തെ ബാബ് ഫി ദിക്രി തൂലുൽ അമൽ വ ഖസ്രിഹി തൂലുൽ അമൽ മനുഷ്യന്റെ ഇച്ഛകൾ ദീർഘിക്കുക, അതിന്റെ മോശത്തരത്തിനെ കുറിച്ച്. വ ഖസ്രിഹി ഇച്ഛകളെ കുറയ്ക്കുക, ഇച്ഛകൾ നീണ്ടുപോകുന്ന അപകടമാണ്, കുറയലാണ് വേണ്ടത്, അതിനെക്കുറിച്ചുള്ള ബാബ്. അൽ ബാബ് സാലിസു ഫി സക്കറാത്തുൽ മൗത്തി മരണത്തിന്റെ സക്കറാത്ത്. അലാ ഇന്ന ലിൽ മൗതി ലസക്കറാത്ത് വജാഅത് സക്രത്തുൽ മൗതി ബിൽ ഹഖ് എന്നൊക്കെ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പരിശുദ്ധമായ ഹദീസിലും പറഞ്ഞു. മരണത്തിന്റെ ആ ഗദ്ഗദം അതാണ് സക്കറാത്ത്. വശിദ്ദത്തി അതിന്റെ ശിദ്ദത്ത്, അതിനെക്കുറിച്ചുള്ള ബാബ്. യുസ്തഹബ്ബ് മിനൽ അഹ്വാലി ഇൻദൽ മൗത്ത് മരണപ്പെടുന്ന അവസരത്തിൽ ഏത് അവസ്ഥയാണ് മുസ്തഹബ്, അതിനെക്കുറിച്ച് അതിന്റെ റജാവും ഖൗഫിന്റെയും കാര്യം പറയുന്നില്ലേ, അതാണ്. അൽ ബാബുർ റാബിഉ നാലാമത്തെ ഫി വഫാത്തി റസൂലില്ലാഹി അലൈഹി സ്വലാത്തു വസ്സലാം വൽ ഖുലഫാഇർ റാഷിദീൻ മിൻ ബഅദിഹി അതിനെക്കുറിച്ച്. അൽ ബാബുൽ ഖാമിസു ഫി കലാമിൽ മുഹ്തളരീന മിനൽ ഖുലഫാഇ വൽ ഉമറാഇ വസ്സാലിഹീൻ ഖുലഫാ അമീറന്മാര് സാലിഹികളൊക്കെ മരണപ്പെട്ടപ്പോൾ ഉണ്ടായ അവരുടെ ആ മരണ വക്തത്തിലുള്ള അവരുടെ കലാം. അൽ ബാബു സാദിസു ആറാമത്തെ ബാബ് ഫി അഖാവീലിൽ ആരിഫീന ആരിഫുകളുടെ കൗലുകൾ അലൽ ജനായിസി ജനാസകളുടെ മേൽ വൽ മക്കാബരി ഖബറുകളുടെ മേലും ഹുക്മി സിയാറത്തുൽ ഖുബൂരി സിയാറത്തുൽ ഖുബൂറിന്റെ വിധി, അതെല്ലാം അതിൽ പറയും. അൽ ബാബു സാബിഉ ഏഴാമത്തെ ബാബ് ഈ ഹഖീഖത്തുൽ മൗത്തി മരണത്തിന്റെ ഹഖീഖത്ത് എന്താണ്,
മയൽഖാഹുൽ മയ്യിത്ത് ഫിൽ ഖബർ, ഖബറിൽ അവൻ എന്താണ് കണ്ടുമുട്ടാൻ പോകുന്നത്, ഇലാ നഫ്ഖത്തി സൂരി, സൂറിൽ ഊതുന്നവരെ എന്താണ് കണ്ടുമുട്ടാൻ പോകുന്നത് അതിനെ കുറിച്ച് പറയും. അൽ ബാബ് സാമിന്, എട്ടാമത്തെ ബാബ്, ഫിമാ ഉരിഫ മിൻ അഹ്വാലിൽ മൗത്ത, മരണപ്പെട്ടവരുടെ അവസ്ഥകളിൽ നിന്നും അറിയപ്പെട്ട കാര്യങ്ങൾ. ബിൽ മുക്കാശഫത്തി ഫിൽ മനാം, സ്വപ്നത്തിലൂടെയുള്ള വെളിപ്പെടൽ കൊണ്ട് മരണപ്പെട്ടവര് വന്നിട്ട് മരിക്കുന്ന അവസ്ഥയിൽ എന്താണ് ഉണ്ടായതെന്ന് അറിയിക്കുന്ന കാര്യങ്ങൾ, അതിനെക്കുറിച്ചുള്ള കുറെ സംഭവങ്ങൾ അദ്ദേഹം എടുത്തു പറയും. അൽഹംദുലില്ലാ, ഇവിടെ നിൽക്കട്ടെ. ബാക്കിയുള്ളത് ഇൻഷാ അല്ലാഹ് തുടർന്ന ദിവസങ്ങളിൽ ഉണ്ടാകും. നാളെ എടുക്കും ഇൻഷാ അല്ലാഹ്, പിന്നെ ശനിയാഴ്ചയായിരിക്കും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.